കേന്ദ്രം ഉന്നയിക്കുന്ന പച്ചക്കള്ളങ്ങൾ അതിനെതിരെ ശക്തമായ രീതിയിൽ സന്ദീപ് വാര്യരുടെ പൊളിച്ചെടുക്കലുകൾ 24 ന്യൂസിൽ ഹാഷ്മി താജ് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തോട് ഇത്ര അവഗണന, അതിൽ വ്യക്തമായ വസ്തുതകൾ നിരത്തി സന്ദീപ് വാര്യരുടെ വാദങ്ങൾ അതിൽ പൂർണ്ണമായും ശരിവെക്കുകയാണ് മലയാളി. ജോർജ് സാധാരണത്തിൽ അങ്ങനെയൊന്നും പറയാത്ത വളരെ മിതവാദിയായ ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇവിടെ കേരളം പിന്നോക്ക സംസ്ഥാനമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുക, അതിനുശേഷം സഹായത്തെ പറ്റി ആലോചിക്കാം. ഇതില് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളം സഹായം അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് ലഭിക്കാൻ അർഹതയുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള ഒരു അംശമാണ് കേരളത്തിന് സഹായമായി ലഭിക്കേണ്ടത്. അത് ഏതെങ്കിലും കേന്ദ്രമന്ത്രി നിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെന്നൊരു അരപ്പായ പേപ്പറിൽ എഴുതിത്താ എന്നാൽ പരിഗണിക്കാം എന്ന് പറയാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ തറവാട്ട് മൊത്തമൊന്നും അല്ലല്ലോ കേരളം ചോദിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നികുതി പണത്തിൽ നിന്ന് അർഹിക്കുന്ന ഒരു വിഹിതമല്ലേ ചോദിച്ചിട്ടുള്ളത്. അത് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രത്തോളം പുയിലുണ്ടാക്കുന്നത്? ഒന്ന്. രണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ ആർഗ്യുമെന്റ് ആന്ധ്രയോടോ അല്ലെങ്കിൽ ബീഹാറിനോടോ സ്വീകരിക്കാൻ ഈ BJP സർക്കാരിന് സാധിക്കോ? ജോർജ് കുര്യന് സാധിക്കോ? ഇത്തരത്തിലൊരു വർത്തമാനം അവിടെ അവർക്ക് പറയാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആർജവം അവർ കാണിക്കോ? നിങ്ങൾ എഴുതിത്താ, ഞങ്ങൾ പിന്നോക്കമാണെന്ന് എഴുതിത്താ, എന്നാൽ സഹായം നൽകാം എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കോ? അതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് BJPക്കുള്ളിൽ ആന്തരികമായി ഉള്ള കേരള വിരോധമാണ്, മലയാളി വിരോധമാണ്. ആ മലയാളി വിരോധം എല്ലാ കാലത്തും BJP സ്വീകരിച്ചിട്ടുണ്ട്, നിലപാടുകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്.